നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കൊല്ലം ജില്ലയിൽ വിശ്വസമുദ്ര കമ്പനി കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ടകര പാലമൊക്കെ കഴിഞ്ഞ് വെച്ചാൽ നമ്മൾ ചവറ ശങ്കരമംഗലം വരെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു അണ്ടർപാസിൻ്റെ അടുത്ത് വരെയുള്ള കാഴ്ചകളായിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോ. അത് കഴിഞ്ഞ് വെച്ച് പിന്നെ KMML ജംഗ്ഷനാണ്, റെഡ് സോൺ ആയതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് വെച്ച് നമ്മൾ എടപ്പള്ളിക്കോട്ട എത്തുന്നതിന് മുമ്പായിട്ട് ഡ്രോൺ പറത്തിക്കൊണ്ട് നേരെ അങ്ങോട്ട് കന്നേറ്റി പാലത്തിൻ്റെ അടുത്ത് വരെയുള്ള കാഴ്ചകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലെ ഒരു മാസം മുമ്പേ ആയിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഈ വീഡിയോ താരതമ്യം ചെയ്ത് നോക്കുമ്പം വലതുഭാഗത്തായിട്ട് കാണുന്ന വലത്തേ സൈഡിലായിട്ടുള്ള സർവീസ് റോഡിൻ്റെ നിർമ്മാണം മാത്രം കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ. അതായത് നമ്മൾ എടപ്പള്ളിക്കോട്ട എത്തുന്നതിന് മുമ്പായിട്ട് വിശ്വസമുദ്രയുടെ പണി വളരെ സ്ലോവിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇച്ചിരി പണിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുനാഗപ്പള്ളി ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണമാണ് ഇച്ചിരിയെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഓച്ചിറയിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള അണ്ടർപാസുകളുടെ അപ്രോച്ച് റോഡിൻ്റെയൊക്കെ പണി കുറേശ്ശെ നടക്കുന്നുണ്ട്. അത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മളിപ്പം എടപ്പള്ളിക്കോട്ട ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. അണ്ടർപാസുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷേ പണി ഇതുവരെയായിട്ടും തുടങ്ങിയിട്ടില്ല. രണ്ട് സൈഡിലും ബ്ലോക്ക് ചെയ്ത് ഇപ്പം ബാരിക്കേഡൊക്കെ വെച്ചിട്ട് രണ്ട് ഭാഗത്ത് സർവീസ് റോഡിൽ കൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയായിട്ട് ഈ ഒരു ഭാഗത്ത് അണ്ടർപാസിന് വേണ്ടി ഒന്നും തുറന്ന് തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത ദിവസം 1/5/2026 അപ്പോൾ അതുവരെ തുറന്നിട്ടില്ല. അപ്പോൾ അതിനിടയ്ക്ക് ഇനി തുറന്നോന്നും അറിയത്തില്ല. തുറന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊല്ലത്തൊക്കെ ഓട്ടം പോകുമ്പോൾ നമ്മളത് കാണും. അപ്പം എടപ്പള്ളിക്കോട്ടയിലെ കാഴ്ചകൾ ഇതൊക്കെയാണ്. പിന്നെ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡൈവർഷൻ വന്നിട്ടുണ്ട്. നമ്മളിപ്പം ഇടതുഭാഗത്തായിട്ട് കാണുന്ന KSRTC ഒക്കെ പോകുന്ന ആ സർവീസ് റോഡിൽ കൂടി ആയിരുന്നില്ല നേരത്തെ വാഹനങ്ങൾ കരുനാഗപ്പള്ളി ഡയറക്ഷനിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് നമ്മളിപ്പം അറുവരിക്കായിട്ട് വേണ്ടിയിട്ട് ഇടത്തെ സൈഡിൽ കുറച്ചിരി വീതിക്കായിട്ട് ടാർ ചെയ്തിരിക്കുന്ന വശത്തുകൂടിയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ വെറ്റമുക്ക് എത്തുന്നതിന് മുമ്പായിട്ടുള്ള സ്ഥലത്തായിട്ട് എത്തുമ്പോൾ കണ്ട് ഇവിടെ ഇങ്ങനെ മീഡിയൻ വരുന്ന ഭാഗത്തായിട്ട് അവർ തുറന്ന് തുടങ്ങിയിട്ടുണ്ട്. തുറന്നിട്ട് ഇടയ്ക്ക് അവർ ചെറിയ വീതിക്ക് തുറന്നിട്ട് ആ ഒരു കോൺക്രീറ്റിൻ്റെ ബാരിക്കേഡ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടാണ് ഈ ഒരു സെൻറ്റർ ഭാഗത്തായിട്ടുള്ള മീഡിയൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിപ്പം നടക്കുന്നില്ല. കുറച്ച് ദിവസമായിട്ട് ദാണ്ട് ഇത്രത്തോളം എടുത്തു വെച്ചിട്ട് അതിൻ്റെ പണി അവിടെ അങ്ങനെ പെൻഡിങ്ങിൽ കിടക്കുകയാണ്. ഇനി നമ്മൾ നേരെ വെറ്റമുക്ക് അണ്ടർപാസ് വരുന്ന ഭാഗത്തേക്ക് വിട്ടടിച്ച് പോവുകയാണ്. ഇപ്പം ഇവിടെ ഇതാണ് പണിയുള്ളത്. നമ്മൾ പള്ളിയടുത്തൊക്കെ ആയിട്ട് എത്തുമ്പം ഇങ്ങനത്തെ കാഴ്ചകളാണുള്ളത്. നമ്മൾ പിന്നെ വെറ്റമുക്ക് അണ്ടർപാസ് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു ബ്രിഡ്ജ് കൾവർട്ടിൻ്റെ നിർമ്മാണം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പണി ഇച്ചിരി കുറച്ച് പുരോഗമിക്കുന്നുണ്ട്, നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ട് എത്തുമ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിലായിട്ട് എത്തുമ്പം രാത്രി കാലങ്ങളിലൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നവരുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ ഇച്ചിരി സൂക്ഷിച്ച് വരാൻ ശ്രമിക്കുക. അതുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ് ഈ ഒരു ഭാഗത്തെ അവസ്ഥ. നേരെ എങ്ങനെ കൊണ്ടുവന്ന് കയറി കഴിഞ്ഞാൽ കുഴി വന്ന് കിടക്കും. അപ്പോൾ അതിൻ്റെ ഒരു പണി ഇപ്പം മെച്ചപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് നേരെ വെറ്റമുക്ക് അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അണ്ടർപാസിൻ്റെ പണിയിൽ മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി കുറച്ചൊക്കെ പുരോഗമിച്ചിട്ട് കിടക്കുകയാണ്. പിന്നെ ഈ ഫ്രിക്ഷൻ സ്ലാബ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. വേറെ വലുതായിട്ട് ഈ ഒരു ഏരിയയിൽ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വലുതായിട്ട് നടന്നിട്ടില്ല. കുറച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കുറച്ച് എനിക്ക് തോന്നിക്കുന്ന കുറച്ച് ഡ്രഡ്ജ് ചെയ്തിട്ടുള്ള മണ്ണ് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നിരത്തിയെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോകുന്നിടത്ത് ഇവിടെ ഇപ്പം നമ്മൾ വലത്തേ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പഴയ റോഡ് കടന്നു പോയിരുന്ന ഒരു ഭാഗം അവരിപ്പം പൊളിച്ചു മാറ്റി തുടങ്ങിയിട്ടുണ്ട്. അത് പൊളിച്ചു മാറ്റിയത് നമുക്കിപ്പോൾ ഇവിടെ കൂന കൂട്ടി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പിന്നെ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ താണ്ട് ഈ ഒരു വളവ് വരുന്ന ഭാഗത്തായിട്ട് ഭാഗികമായിട്ടൊരു ബ്രിഡ്ജ് കൾവർട്ടിൻ്റെ നിർമ്മാണം കുറച്ച് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി പകുതിയുടെ പണിയും കൂടി ഇപ്പം ഈ ഒരു ഏരിയയിലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളിപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം പകുതിയോളം നിർമ്മാണം കഴിഞ്ഞ ആ ഒരു ബ്രിഡ്ജ് കൾവർട്ടിൻ്റെ മേളിൽ കൂടിയായിരുന്നു വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് മാറ്റിയിട്ട് ഇപ്പം രണ്ട് സൈഡിലും സർവീസ് റോഡിൽ കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പം പറയത്തക്ക രീതിയിലുള്ള വലിയ പണികളൊന്നും ഈ ഒരു റീച്ചിലായിട്ട് ഇപ്പം നടക്കുന്നില്ല. നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ കരുനാഗപ്പള്ളിയിലും പിന്നെ മുമ്പോട്ട് പോകുന്നിടത്ത് ഇതേപോലെ അണ്ടർപാസുകൾ വരുന്ന ഭാഗത്തൊക്കെ ആയിട്ടാണ് പണി നടക്കുന്നത്. പിന്നെ ഈ ഒരു ഏരിയയിലൊക്കെ ഇങ്ങ് ചെയ്തു പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കടമ്പാട്ട് പോകണം മുതൽ ഇങ്ങോട്ട് വടക്കോട്ട് ചെയ്ത് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിലെ ഭാഗം വിട്ടുപോയിട്ട് ബാക്കിയുള്ള സ്ഥലത്തേക്ക് വീഡിയോ കാണിക്കുമ്പോൾ എല്ലാവരും ചോദിക്കും ഈ ഒരു ഭാഗത്ത് എന്താ കാണിക്കാഞ്ഞെന്ന് ചോദിക്കും. അപ്പം അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പൂർണ്ണമായിട്ട് ചെയ്തങ്ങ് പോകുന്നത്. നമ്മൾ വെറ്റമുക്ക് കഴിഞ്ഞിട്ട് ഇനി നേരെ വരുന്ന ദൂരെ കാണുന്ന അണ്ടർപാസ് പിന്നെ കുറ്റിവട്ടം
അണ്ടർപാസ്സാണ്, ചെറിയൊരു അണ്ടർപാസ്സാണ്. എന്നാൽ ബസ് സർവീസൊക്കെ തേവലക്കര ഭാഗത്തോട്ട് വലത്തോട്ടൊക്കെ കയറി പോകുന്ന പ്രധാനപ്പെട്ട റോഡ് കടന്നു പോകുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു അണ്ടർപാസ്സാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് വരുമ്പോൾ ഇവിടെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡ്രെഡ്ജ് എടുത്തിട്ടുള്ള മണ്ണാണ് ഇടയ്ക്കായിട്ട് കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത്. പറയത്തേക്ക് വലുതായിട്ട് കൊണ്ടുവന്ന് ഇട്ടിട്ടില്ല, കുറച്ച് കൊണ്ടുവന്നിട്ട് നികത്തി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ കുറ്റിവട്ടം അണ്ടർപാസ് കഴിഞ്ഞിട്ട് അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിലുള്ള അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി കുറച്ചും കൂടെ നടന്നിട്ടുണ്ട്. പറയത്തക്ക രീതിയിലില്ല, അതാണ്ട് ഇപ്പോഴും 2 ലോഡ് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്രോച്ച് റോഡ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് നേരെ കുറ്റിവട്ടം പെട്രോൾ പമ്പ് വരുന്ന ഭാഗത്തോട്ടൊക്കെ അടുക്കുമ്പം വാഹനങ്ങൾ വലത്തോട്ട് ഇങ്ങനെ ഡൈവേർഷൻ ചെയ്ത് വിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് സർവീസ് റോഡിൽ കൂടി പോകാതെ അവിടെ അത്രയും അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് അവർ കുറച്ച് ഇങ്ങനെ പൊക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുവഴിയാണ് ഇപ്പോൾ വാഹനങ്ങൾ അങ്ങനെ കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞേച്ച് ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇടത്തെ സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗമൊക്കെ ടാർ ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ടാറിങ് അവിടെ ഇടത് ഭാഗത്തായിട്ട് കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട്. നമ്മൾ കുറ്റിവട്ടം അണ്ടർപാസ് കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഇതേപോലെ ഡൈവേർഷനാണ് കൊടുത്തു വിട്ടിരിക്കുന്നത്. വലതുഭാഗത്ത് കൊല്ലം ഡയറക്ഷനിലോട്ട് പോകേണ്ട വാഹനങ്ങളെല്ലാം വലത്തേ സൈഡിലുള്ള സർവീസ് റോഡ് വഴിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇപ്പം ഇടത്തേ സൈഡിലിവിടെ സർവീസ് റോഡിൻ്റെ നിർമ്മാണം കൂടെ കുറച്ച് ഇടത്തേ സൈഡിലായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് നേരെ കന്നേറ്റി പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. ഇടപ്പള്ളിക്കോട്ട കഴിഞ്ഞ് ഒറ്റമുക്ക് കഴിഞ്ഞ് കുറ്റിവട്ടം കഴിഞ്ഞ് കന്നേറ്റി പാലമാണ് അടുത്ത ഭാഗം. അപ്പോൾ ഇവിടെ കുറച്ച് പണി കഴിഞ്ഞ് കിടക്കുകയാണ്. 2 സൈഡിലും സർവീസ് റോഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട ആറുവരി പാത കടന്നു പോകുന്ന ഭാഗത്തെ ആദ്യത്തെ ലെയർ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈറ്റ് വെക്കുന്ന പണി ഈ ഒരു ഏരിയയിലും തുടങ്ങിയിട്ടുണ്ട്. വലത്തേ സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇടത്തേ സൈഡിൽ നമുക്കിപ്പം സർവീസ് റോഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞ ഇടതുഭാഗത്തായിട്ട് തന്നെ നോക്കി കഴിഞ്ഞാൽ ക്രാഷ് ബാരിയറൊക്കെ ഗ്യാപ്പ് അവിടെ കിടപ്പുണ്ട്. അതൊക്കെ ഇനി കൂട്ടിച്ചേർത്ത് വെച്ചുള്ള പണികളൊക്കെ പുരോഗമിക്കാനായിട്ട് ബാക്കിയുള്ളതാണ്. നമ്മൾ നേരെ കന്നേറ്റി പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. പാലം കയറാൻ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ അവിടെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം വേണമെന്നാവശ്യപ്പെട്ട് ഇവിടെയുള്ള ജനങ്ങൾ സമരം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു പുതിയതായിട്ടൊരു അണ്ടർപാസിൻ്റെ അനുമതി ഇതുവരെയായിട്ടും വന്നതായിട്ട് നമുക്ക് ഇതുവരെയായിട്ടും റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഉടൻ തന്നെ പറയുന്നതായിരിക്കും. അത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുള്ളതായിരുന്നു. ഇപ്പം പാലം കയറുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു അണ്ടർപാസ് വേണമെന്നുള്ളൊരു ആവശ്യം ഇവിടുത്തെ ആൾക്കാർ അവിടെ സമരപ്പന്തലൊക്കെ നമുക്ക് കണ്ട് മുമ്പോട്ട് വരുമ്പോൾ കണ്ട് ഈ ഒരു ഏരിയയിലായിട്ട് കാണാൻ പറ്റും. പിന്നെ ഇടതുഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ചൊക്കെ മണ്ണ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അപ്രോച്ച് റോഡ് കന്നേറ്റി പാലത്തിൻ്റെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് അവിടെ റിട്ടേണിംഗ് വാളിൻ്റെയും ഇപ്പം നിലവിലെ നമ്മുടെ റോഡിൻ്റെ ഇടയ്ക്കായിട്ടുള്ള മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയും നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ പുതിയ അപ്ഡേറ്റ്. KMML കഴിഞ്ഞേച്ച് കന്നേറ്റി പാലത്തിൻ്റെ അടുത്ത് വരെയുള്ള അപ്ഡേറ്റ്. അടുത്ത വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോ ഓച്ചിറ മുതൽ കരുനാഗപ്പള്ളി കന്നേറ്റി പാലത്തിൻ്റെ അടുത്ത് വരെയുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് വരുന്നതായിരിക്കും. അപ്പം പൂർണ്ണമായിട്ടും കരുനാഗപ്പള്ളി ഫ്ലൈ ഓവറിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനം നമ്മൾ കാണിക്കുന്നതായിരിക്കും. അത് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഇത് ഓച്ചിറ മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള വീഡിയോ എടുക്കുന്ന ദിവസം, അതായത് 3/5/2026 രാവിലെ എടുത്ത വീഡിയോ ആണ്, ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ്. അപ്പോൾ എടുത്തപ്പം ബാക്കി ഇവിടെ നിന്നുകൊണ്ട് അങ്ങോട്ട് കരുനാഗപ്പള്ളിയുടെ ഒരു പൂർണ്ണമായിട്ടുള്ള കുറച്ച് പൊക്കിയെടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമുക്ക് പറയത്തക്ക രീതിയിലുള്ള വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് പറയാനില്ലായിരുന്നു. പക്ഷേ കുറച്ച് ഡൈവേർഷനുകളൊക്കെ ഉണ്ട്, അപകട സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ചെയ്തു പോയി. ഇതാണ് നമ്മുടെ കന്നേറ്റി പാലത്തിൻ്റെ അടുത്ത് നിന്ന് കരുനാഗപ്പള്ളി ഫ്ലൈ ഓവറിലോട്ട് നോക്കുമ്പോൾ ഉള്ള മനോഹരമായ കരുനാഗപ്പള്ളിയുടെ കാഴ്ച. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്കെങ്കിലും തരിക. നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓച്ചിറ മുതൽ കരുനാഗപ്പള്ളി വരെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഓച്ചിറ മുതൽ കായംകുളം വരെയുള്ളതുണ്ടാവും. അത് കഴിഞ്ഞ് ഹരിപ്പാട് മുതൽ കായംകുളം വരെയുള്ളതൊക്കെ നമ്മുടെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാനിലുള്ളതാണ്. അപ്പം പുതിയൊരു വീഡിയോ ആയി വീണ്ടും എത്തും, കാത്തിരിക്കുക.